ഇസ്രയേലിലെ സയനിസ്റ്റ് ഭീകരർ വകവരുത്തിയ കൂട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു ധീര സൈനികനെ കൂടി വകവരുത്തി. പക്ഷേ സർക്കാരും അതിനെക്കുറിച്ചൊന്നും മിണ്ടിക്കണ്ടില്ല. നമ്മുടെ വിദ്വേഷവാദികളായ പ്രൊഫൈലുകൾ ആരും അനങ്ങിയില്ല. ക്രിസംഗികൾ മിണ്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. പണ്ടൊരു റോക്കറ്റ് ആക്രമണ വേളയിൽ ഈ ഹമാസിൻ്റെയോ ഫലസ്തീനികളോ അയച്ച റോക്കറ്റ് ഒരു വീട്ടിൽ നിന്ന ഒരു സ്ത്രീയുടെ മുകളിൽ അബദ്ധവശാൽ വീണ് മരിച്ചപ്പോൾ അതിൻ്റെ മേൽ ചാർത്തിയ തീവ്രവാദി പട്ടങ്ങൾ ഒന്നും പറഞ്ഞുവിട്ട ഒരു വായിനോക്കികളും ഇപ്പം മിണ്ടുന്നില്ല എന്നതാണ് വളരെ കൗതുകകരം. ഏതായാലും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതാണ്. പേരും സംഭവവും അടക്കം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ലോകത്തുമൊക്കെ എന്ത് നടന്നാലും അതിലെവിടെയെങ്കിലും ഒരു മുസ്ലിം സാന്നിധ്യം ഏതെങ്കിലും രൂപത്തിലുണ്ടെങ്കിൽ അത് പൊക്കിപ്പിടിച്ച് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് പറഞ്ഞു വരുന്ന കുറച്ച് കാസാക്കൂസന്മാരും സക്കീന ടി വിക്കാരും പിന്നെ അതുപോലെയുള്ള ചില ക്രിസംഗി അച്ഛന്മാരുമുണ്ട്. അവരാവേശം കൊള്ളും, വിരളി പിടിക്കും, തട്ടുടുക്കും, അവർ ആക്രോശിക്കും. എന്നിട്ട് കേരളത്തിലുള്ളവരോട് പറയും കണ്ടില്ലേ ലോകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞങ്ങ് നിലവിളിയാണ്. ഇന്നും കർണാടകയിൽ പ്രണയം നിരസിച്ചതിന് ഒരു 18-കാരിയെ ഒരുത്തൻ വെട്ടിക്കൊന്നു. വാർത്തയുണ്ട്. പക്ഷേ ആ വാർത്ത ആരും വലിയ കാര്യമായി എടുത്തില്ല. കാര്യമായി എടുക്കാതിരുന്നത് അതിനുള്ളിൽ ഈ രുചിയില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ രുചിയില്ലാതായിപ്പോയൊരു വാർത്തയാണ് ഇസ്രയേലി സയനിസ്റ്റ് ഭീകരർ ഗസയിൽ ആക്രമണം നടത്തിയപ്പോൾ ഒരു ഇന്ത്യൻ സൈനിക മേധാവി ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൊല്ലപ്പെട്ടു. റിട്ടയർഡ് ഇന്ത്യൻ ആർമി കേണലാണ് ഈ സയനിസ്റ്റ് ഭീകരരുടെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. കേണൽ വൈഭവ് അനിൽ ഖലെ അദ്ദേഹമാണ് സയനിസ്റ്റ് ഭീകരരുടെ സ്ട്രൈക്കിൽ മരണപ്പെട്ടത്. അദ്ദേഹം ഐക്യരാഷ്ട്രസഭ ചുമതലപ്പെടുത്തിയ സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. ഈ യുദ്ധസമയത്ത് കെടുതികൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് സഹായമെത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ പ്രത്യേക ദൗത്യ സംഘങ്ങളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഐക്യരാഷ്ട്രസഭയുടെ വാഹനങ്ങളെയോ അതിൻ്റെ ഉദ്യോഗസ്ഥരെയോ ആക്രമിക്കരുതെന്നാണ് യുദ്ധ നിയമം പോലും. പക്ഷേ സയനിസ്റ്റ് ഭീകരനും കൊടും ഭീകരനും കുറ്റവാളിയുമായ നെതന്യാഹുവിന് എന്ത് നീതിയാണുള്ളത്? എന്ത് യുദ്ധനീതിയാണ്? ഏതായാലും അങ്ങനെ പോയ ഈ സംഘത്തെ ആക്രമിച്ചതിൻ്റെ കൂട്ടത്തിലാണ് നമ്മുടെ കേണൽ വീരമൃത്യു വരിച്ചത്. അനങ്ങിയില്ല രാജ്യം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഒന്നും മിണ്ടിയില്ല. എന്തെങ്കിലും ഒരു ഔഷധമൂല്യമുണ്ടെങ്കിൽ പ്രധാനമന്ത്രി അത് ഗുർഗേഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോലും പോയി പറയേണ്ടതാണ്. കണ്ടില്ലേ ദേ നമ്മുടെ സൈനികൻ, അവരെ ജീവൻ തട്ടിയെടുത്തിരിക്കുന്ന തീവ്രവാദികൾ എന്നൊക്കെ പ്രസംഗിക്കേണ്ടതാണ്. ഒന്നും മിണ്ടിയില്ല. കേരളത്തിലെ വലിയ ചാനലുകളും ബ്രേക്കൊന്നും അടിച്ചില്ല. ഇന്ത്യയിലും അടിച്ചില്ല. കാസാക്കൂസന്മാരുടെ പേജ് അനങ്ങിയതേയില്ല. സംഘി പ്രൊഫൈലുകളും നിശബ്ദമാണ്. ഇതാണ് ഇരട്ടത്താപ്പ്, ഇസ്ലാമോഫോബിയ.